നമസ്കാരം. ദ മേരിഗറി ഗസറ്റ് വീക്ക്ലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന അന്താരാഷ്ട്ര വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഗംഗായസ്. ഞാൻ ആൽബി അനിൽ. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുന്നതായി പ്രസിഡന്റ് ജോ ബൈഡൻ. ഇതാണ് പാർട്ടിയുടെയും രാജ്യത്തിന്റെയും താല്പര്യമെന്ന് വിശ്വസിക്കുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു. ഭൂഗോളത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമായ ഒളിമ്പിക്സിന് വെള്ളിയാഴ്ച പാരീസിൽ തുടക്കമായി. പാരീസ് ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജൂലൈ 26 വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി 11 പാരീസിന്റെ ജീവനാഡിയായ സെൻ നദിക്കരയിൽ നടത്തി. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കും ട്രംപിന്റെ ഉറപ്പ്. വീണ്ടും US പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് സെലൻസ്കിക്ക് ട്രംപ് ഉറപ്പ് നൽകി. അടുത്തതായി ദേശീയ വാർത്ത. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചൊവ്വാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ച മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ബജറ്റിന് സമ്മിശ്ര പ്രതികരണം. കൃഷി, തൊഴിൽ നൈപുണ്യ വികസനം, മാനവ വിഭവശേഷി, സാമൂഹിക നീതി, ഉൽപാദനം, സേവനം, നഗരവികസനം, ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൗകര്യം, ഗവേഷണ വികസനം, വരും തലമുറ പരിഷ്കാരങ്ങൾ എന്നിങ്ങനെ 9 മുൻഗണനാ മേഖലയിലൂടെ വികസിത ഭാരതം എന്ന ലക്ഷ്യമാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ബജറ്റിൽ ഒരിടത്തും കേരളം പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിലെ CBSE സ്കൂളുകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് വ്യക്തത തേടി കൌൺസിൽ ഫോർ CBSE സ്കൂളുകളുടെ നേതൃത്വത്തിൽ CBSE ചെയർമാൻ രാഹുൽ സിംഗ്, സെക്രട്ടറി ഹിമാൻശു ഗുപ്ത, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ സന്യ ഭരദ്വാജ് എന്നിവരുമായി ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ നാഷണൽ സെക്രട്ടറി ജനറൽ ഡോക്ടർ ഇന്ദിര രാജൻ, പ്രസിഡന്റ് E രാമൻകുട്ടി വാര്യ, CCSK ജനറൽ സെക്രട്ടറി സുചിത്ര ഷൈജൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ഫാദർ മാത്യു കരീത്ര, അഡ്വൈസർ രവി നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ക്യാമ്പസ് വാർത്തകളും വിശേഷങ്ങളും. ഇന്റർ സ്കൂൾ സ്പോർട്സ് ക്വിസ് കോമ്പറ്റീഷന്റെ ഭാഗമായി കാക്കനാട് സംസ്കാര സ്കൂളിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ മേരിഗിരി സ്കൂളിനെ പ്രതിനിധീകരിച്ച് അഭിനവ് ദിപു 9B, അഭിനവ് കൃഷ്ണ 10C, എബൻ ബിൻസ് 10D, മാക്സ് ജിം എബ്രഹാം 11A തുടങ്ങിയവർ പങ്കെടുത്തു. CBSE ജൂലൈ 22 മുതൽ 28 വരെ നടത്തുന്ന ശിക്ഷാ സപ്താഹ് പദ്ധതിക്ക് തുടക്കമിട്ടു. റോൾ പ്ലേ, കലാകായിക മത്സരങ്ങൾ, രസകരമായ ഗണിത പഠനം തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കി. സ്കൂൾ തല കലാ മത്സരങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് നൂപുര ഓഫ് സ്റ്റേജ് മത്സരങ്ങൾക്ക് ജൂലൈ 27 ശനിയാഴ്ച സ്കൂൾ അങ്കണം വേദിയായി. CBSE സംഘടിപ്പിച്ച സഫൽ MCQ എക്സാമിനേഷൻ 5-8 ക്ലാസ്സിലെ കുട്ടികൾക്കായി ജൂലൈ 22 മുതൽ ജൂലൈ 26 വരെ സ്കൂളിൽ നടത്തി. ക്ലാസ് അസംബ്ലികളുടെ ഭാഗമായി മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ, വംശഹത്യ എന്നിവ അനുഭവിക്കുന്ന ഇരകൾക്ക് നീതി ലഭ്യമാക്കുന്നതിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന അന്താരാഷ്ട്ര നീതിന്യായ ദിനം ജൂലൈ 17, പ്രകൃതിയുടെയും അതിന്റെ വിഭവങ്ങളുടെയും സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 25 മുതലായവ സമുചിതമായി ആഘോഷിക്കപ്പെട്ടു. സൈന്യം നുഴഞ്ഞുകയറിയ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ച ഇന്ത്യൻ സൈനികരുടെ ധീരതയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന കാർഗിൽ വിജയ് ദിവസ് ആചരണത്തിൽ ഇസ്രായേൽ സ്വദേശിയായ അലീഷ ഇസാന്ത് മോസസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.